അപ്പോൾ ദൈവത്തിന്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപത്തിൽ നമുക്ക് വെളിപ്പെട്ടിരുന്ന യേശു ക്രിസ്തു നമ്മുടെ മുമ്പിലുണ്ടായിട്ടും അവനെ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ലേ നമ്മൾ മരിച്ചവരുടെ കല്ലറയിൽ പോയി അപേക്ഷിക്കാൻ വേണ്ടി പറയുന്നത്? അവനെ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ലേ നമ്മൾ മറ്റു രൂപങ്ങളുടെ മുമ്പിൽ പോയി മുഴങ്കാല് മടക്കുന്ന? പ്രിയപ്പെട്ട, എന്തൊരു പോഷത്വമാണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കല്ലെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പുരോഹിതനെ നോക്കി ഇനി പിതാവെ എന്ന് വിളിച്ചാൽ നിങ്ങൾ കുറ്റക്കാരനാണ്, ഒരു പുരോഹിതനെ നോക്കി തിരുമേനി എന്ന് വിളിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാണ്. ഈ വാക്കുകൾക്ക് അർത്ഥം എന്താണെന്നറിയാമോ? ദൈവമേന നല്ലവനെ വിശുദ്ധനെ എന്നാണ് അതിന് യോഗ്യൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവമേ നീ ഏക പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുരോഹിതനെ നോക്കി നിങ്ങൾ പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ആ വാക്ക് ദൈവത്തിന് മാത്രമുള്ളതല്ലയോ? അവൻ ദൈവമാണോ? അല്ല, അവൻ തന്നെ പറഞ്ഞു ഞാൻ പാപിയാണ്, ഞാൻ ദോഷിയാണ്, ഞാൻ ബലഹീനാണ്, ഞാൻ നരകത്തിലേക്ക് പോകുന്നവനാണ്. എന്നിട്ടും അവനെ നോക്കി ദൈവമേ തിരുമേനിയെന്നോ തിരുമേനിയെന്നോ പിതാവെ എന്ന് വിളിപ്പാൻ നിങ്ങൾക്ക് ലജ്ജ തോന്നിയില്ലല്ലോ. പ്രിയപ്പെട്ട, യേശുക്രിസ്തു അതേ ആത്മാവിനെ എനിക്ക് കിട്ടിയിരിക്കുന്നത്, പൗലോസിന്റെ അതേ ആത്മാവിനെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രമേ സത്യം പറയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ആകയാൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? യേശുക്രിസ്തു മരിച്ചു. അവൻ മരിക്കുമ്പോൾ നോക്കിയ തിരശ്ശീല കീറിയത് വഴിയും സ്വർഗം നമുക്ക് വേണ്ടി സൗജന്യമായി തുറക്കപ്പെട്ടത് വഴിയും ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് വഴിയും ഇനി യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യമില്ല. വീണ്ടും പറയുന്നു, എന്നെ കേൾക്കുന്ന ദേശമേ, നിങ്ങൾ പൗരോഹിത്യത്തിന്റെ ഭയങ്കരമായിരിക്കുന്ന ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ലേവ്യ പൗരോഹിത്യത്തെ സമ്പൂർണ്ണമായിട്ട് നീക്കം ചെയ്താണ്. ഇനി പൗരോഹിത്യ ശുശ്രൂഷയിലല്ല, വിശ്വാസത്തിലാത്രേ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്.